everyone, welcome to Commerce World. Calicut University 5th Sem Income Tax Laws and Accounts എന്നുള്ള സബ്ജക്റ്റിലത്തെ 4th ചാപ്റ്റർ ആണ് ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്നത്. സോ ആ ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇതിൽ ആദ്യം വരുന്നതാണ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്. സോ സാലറി ഈസ് ആൻ എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്. അതായത് ഒരു എംപ്ലോയി വന്നിട്ട് എന്തെങ്കിലും സർവീസ് ചെയ്തിട്ട് എംപ്ലോയർ വന്നിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബേസിക് എലമെന്റ്സ് ഓഫ് സാലറി. ഇതിൽ നമ്മൾക്ക് 2 എലമെന്റ് ആണ് പറയുന്നത്. ഒന്ന് വന്നിട്ട് പേയർ ആൻഡ് പേയി മസ്റ്റ് ഹാവ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഓർ മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ്. അതായത് ഇപ്പൊ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആയിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ്, ഒരാൾ കൊടുക്കുന്നതും ഒരാൾ മേടിക്കുന്നതും അങ്ങനെയായിട്ട് ഇരിക്കുന്ന പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് പേയ്മെന്റ് മസ്റ്റ് ഹാവ് ബീൻ മെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ സച്ച് കാപ്പബിലിറ്റീസ് എന്നാണ് പറയുന്നത്. ഇതാണ് 2 എലമെന്റ്സ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡെഫിനിഷൻ ഓഫ് സാലറി. അതിൽ വരുന്നതാണ് വേജസ്, എനി ആന്വിറ്റി ഓർ പെൻഷൻ, ദെൻ എനി ഗ്രാറ്റുറ്റി, then any fees, commission, perquisites or profits in lieu of or additions of any salary or wages, then any advantage of salary, then any payment received in respect of any period of leave not available of by the assessee, then the portion of the annual ascertains in any previous year to the balance at the credit of an employee എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് അത് എന്താന്നുള്ളത് മാത്രം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അതർ ഫീച്ചേഴ്സ് ഓഫ് സാലറി. ഇതിൽ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നതാണ് സാലറി ഫ്രം ആൻ ഫോർമർ എംപ്ലോയർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫോർമർ എംപ്ലോയറിന്റെ കയ്യിൽ നിന്നായിരിക്കും ഒരു പേഴ്സണിന് വന്നിട്ട് സാലറി കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. പെൻഷൻ, നമ്മളുടെ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് നമ്മൾക്ക് സാലറി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം നമ്മൾക്ക് കിട്ടുന്നതിന് നമ്മളുടെ സാലറിന്ന് ഒരു പോർഷൻ പിടിച്ചിട്ടായിരിക്കും നമ്മൾക്ക് ആ പെൻഷൻ കിട്ടുന്നത്. സോ അതെന്ന് പറയുന്നത് ഒരു ഫീച്ചറാണ്. ദെൻ പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി ഇൻകം. അതായത് സാലറി അക്രൂസ് വേർ ദ സർവീസ് ഇസ് റെന്റഡ്. അതായത് സർവീസ് എവിടെയാണ് റെന്റർ ചെയ്തത് അവിടെ നിന്നായിരിക്കും നമ്മൾക്ക് സാലറി എന്ന് പറയുന്നത് കിട്ടുന്നത്, അല്ലെ? ഇപ്പം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ നിന്നായിരിക്കും നമ്മൾക്ക് സാലറി കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫോഗോയിങ് സാലറി എന്ന് പറയുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു പേഴ്സണിന് വന്നിട്ട് സാലറി കൊടുക്കുകയാണെങ്കിൽ ആ പേഴ്സണിന് വന്നിട്ട് ആ സാലറി കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ ടാക്സ് ഫ്രീ സാലറി. ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുമ്പോൾ ചില സാലറികൾക്ക് വന്നിട്ട് നമ്മൾക്ക് ഇൻകം ടാക്സ് അടക്കേണ്ടതായിട്ട് വരില്ല, അല്ലേ? അതായത് ലെസ് സാലറി കിട്ടുന്ന ആൾക്കാർക്കൊക്കെ ടാക്സ് ഫ്രീ സാലറി മീൻസ് ദ സാലറി ഓൺ വിച്ച് ഇൻകം ടാക്സ് ഇസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി. അതായത് എംപ്ലോയർ പേ ചെയ്യേണ്ട, അതിന് പകരം എംപ്ലോയി ആയിരിക്കും പേ ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ അയാൾ സാലറി നമുക്ക് 1 ലക്ഷം രൂപ ഒരാൾക്ക് മന്ത്ലി സാലറി ഉണ്ട് എന്ന് വെച്ചാൽ ആരാ അത് പേ ചെയ്യേണ്ടത്? കൊടുക്കുന്ന ആളല്ല, നമ്മളായിരിക്കും പേ ചെയ്യേണ്ടത്. നമ്മളുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും പൈസ പോണതല്ലേ. അപ്പൊ അതാണ് ഇതിൽ വരുന്നത്. ദെൻ സറണ്ടർ ഓഫ് സാലറി. സറണ്ടർ ഓഫ് സാലറി എന്ന് പറയുമ്പോൾ എംപ്ലോയി സറണ്ടർ ഹിസ് സാലറി ടു ദ സെൻട്രൽ ഗവൺമെന്റ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, ലൈക്ക് ടാക്സ് അടയ്ക്കുന്നതാണ്. ഇപ്പൊ നാച്ചുറൽ കലാമിറ്റീസ്, ഇപ്പൊ ഫ്ലഡ് ഒക്കെ വരുന്നില്ലേ? ഫ്ലഡ് വരുന്ന സമയത്ത്, അതേപോലെ തന്നെ നമ്മുടെ കോവിഡ് വരുന്ന സമയത്ത് ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കുറച്ച് സാലറീസ് ഒക്കെ പിടിച്ചല്ലേ. സോ അതേപോലെ തന്നെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വന്നിട്ട് വരികയാണെങ്കിൽ അവർക്ക് സെൻട്രൽ ഗവൺമെന്റിനോട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് സാലറിയിലൂടെ ആയിരിക്കും, ഇൻകം ടാക്സ് വഴിയായിരിക്കും നമ്മൾക്കത് പിടിക്കുന്നത്. ദെൻ അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ ഡ്യൂ ബട്ട് നോട്ട് റിസീവ് എന്നാണ് പറയുന്നത്. സാലറീസ് ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് റിസീപ്റ്റ്സ് ഓർ ഇൻ ദ ഇയർ ഓഫ് ഏർണിംഗ്സ് ഓഫ് ദ സാലറി ഇൻകം വിച്ച് എവർ ഇസ് ഇയർലിയർ. അതായത് ഇപ്പൊ നമ്മള് മന്ത്ലി ലാസ്റ്റ് 30th ആണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടത്. പക്ഷെ നമ്മൾക്ക് സാലറി കയറുന്നത് നെക്സ്റ്റ് മന്തിലായിരിക്കും എന്ന് പറയുമ്പോൾ അത് രണ്ടിൽ ഏതാണോ ഇയർലിയർ അതായിരിക്കും ആദ്യം നോക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പേയ്മെന്റ് മെയ്ഡ് ആഫ്റ്റർ ടെർമിനേഷൻ. ഇറ്റ് മീൻസ് പേയ്മെന്റ് മെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ആഫ്റ്റർ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. അതായത് കോൺട്രാക്ട് വന്നിട്ട് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കമ്പോണൻസ് ഓഫ് സാലറി എന്ന് പറയുന്നത്. സോ ഇതിൽ ആദ്യം വരുന്നതാണ് ബേസിക് സാലറി ഓർ വേജസ് എന്ന് പറയുന്നത്. ബേസിക് സാലറി ഓർ വേജസ് എന്ന് പറയുമ്പോൾ ദർ ആർ സ്റ്റാൻഡേർഡ് പേ സ്കെയിൽസ് ഫോർ ഡിഫറെന്റ് പൊസിഷൻസ്. എവറി എംപ്ലോയീസ് മേ ഹാവ് എ സാലറി. അതായത് ഓരോ പൊസിഷനിലുള്ള എംപ്ലോയീസിനും ഓരോ സ്കെയിലായിരിക്കും പേ ചെയ്യുന്നത്. ഇപ്പൊ വന്നിട്ട് നമ്മളൊരു
കമ്പനിയിൽ ജോയിൻ ചെയ്യാണ്. അപ്പോൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ പറയാണ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 20,000 ആണെന്ന് പറയാണ്. നമ്മൾ January 1 വന്നിട്ട് ജോയിൻ ചെയ്തു. സോ ആദ്യം നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന ഒരു 6 months വന്നിട്ട് നമ്മൾക്ക് സാലറി എന്ന് പറയുന്നത് 20,000 ആയിരിക്കും. അതായത് 20 എന്ന് വെച്ച് 6 മാസത്തിന് കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാണ് ദെൻ നെക്സ്റ്റ് 6 months ആഫ്റ്റർ വന്നിട്ട് നിങ്ങൾക്ക് സാലറി വന്നിട്ട് 30,000 എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 6 months 20,000, ദെൻ 6 months ശേഷമായിരിക്കും നമ്മൾക്ക് 30,000 വരുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. മിസ്റ്റർ രഘുനന്ദ് ഇസ് ജോയിൻഡ് ആസ് ദ അക്കൗണ്ടന്റ് ഇൻ ദ മാർക്കറ്റിംഗ് കമ്പനി ഓൺ 1st February 2020 ഓൺ ദ പേ സ്കെയിൽ 24,500, then 32,750, then 38,000, then calculate his pay for the previous year 2021-22 എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആദ്യം ആൾക്ക് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 1st February സാലറി എന്ന് പറയുമ്പോൾ 24,000 ആണ്. ദെൻ നെക്സ്റ്റ് ഇയറിൽ 1st February 2021 ഇയാൾക്ക് സാലറി എന്ന് പറയുന്നത് 24,500 ആണ്. അതായത് ഇയർലി ആണ് ഇയാൾക്ക് കൂടുന്നത്. ഓക്കെ, 24,500. ദെൻ നെക്സ്റ്റ് 2022 ഫെബ്രുവരിയിൽ 25,000 ആണ് ഇയാൾക്ക് സാലറി ആയിട്ട് വരുന്നത്. സോ ബേസിക് സാലറി 1st April 2021 ടു ദെൻ 31st January 2022 വരെ 24,500 ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ 24,500 ഇവിടെ വരുന്നത് 10 months ആണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. ദെൻ ബേസിക് പേ 1st February തൊട്ട് 31st March 2022 വരെ 25,000 ആണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് 2 months ആണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ 2,45,000, ദെൻ സെക്കൻഡിൽ വന്നിട്ട് 50,000. അങ്ങനെ ടോട്ടൽ അയാൾക്ക് കിട്ടിയത് 2,95,000 ആണ് അയാളുടെ പ്രീവിയസ് ഇയർ സാലറി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ സാലറി കാൽക്കുലേഷൻ വന്നിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കമ്പോണന്റ് ആണ് ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത്. സോ ഡിയറൻസ് അലവൻസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് അലവൻസ് പെയ്ഡ് ടു എംപ്ലോയി ടു കോമ്പൻസേറ്റ് ദ ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് കോമ്പൻസേറ്റ് ചെയ്തു പോകാനായിട്ട് കൊണ്ടുവന്നതാണ് നമ്മളുടെ ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ ഡിയറൻസ് പേ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ അലവൻസ് ഗിവൻ ഓൺ ദ റെഗുലർ ബേസിക്സ് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് എംപ്ലോയ്മെന്റ് ടേംസിൽ വന്നിട്ട് കൊടുക്കുന്നതാണ് നമ്മളുടെ ഡിയർനെസ് പേ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് റെഗുലർ ബേസിസിലായിരിക്കും. ഇറ്റ് വിൽ ബി കൺസിഡർഡ് വെൽ കാൽക്കുലേറ്റിംഗ്. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളുടെ DP വന്നിട്ട് നമ്മൾക്ക് എടുക്കുന്നത്. ഓക്കെ, ദെൻ അഡ്വാൻസ് പേ. അഡ്വാൻസ് പേ എന്ന് പറയുമ്പോൾ സാലറിയുടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾക്ക് കൊടുക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ദെൻ അരിയേഴ്സ് ഓഫ് സാലറി. അരിയേഴ്സ് ഓഫ് സാലറി എന്ന് പറയുമ്പോൾ സാലറി റിസീവ്ഡ് ഫ്രം പ്രസന്റ് ഓർ പാസ്റ്റ് എംപ്ലോയർ ഡ്യൂറിംഗ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് വന്നിട്ട് അരിയേഴ്സ് ആയിട്ട് നമ്മൾ സാലറീസ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഇയറിലത്തെ കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഇയറിൽ കൊടുക്കുക, നെക്സ്റ്റ് ഇയറിൽ കൊടുക്കുന്ന അതിന്റെ നെക്സ്റ്റ് ഇയറിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് കൊടുക്കുക. അതാണ് അരിയേഴ്സ് ഓഫ് സാലറി എന്ന് പറയുന്നത്. ദെൻ ബോണസ്. ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഇപ്പം നമ്മുടെ ദീപാവലി ബോണസ് ആയാലും ഒക്കെ അല്ലേ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വന്നിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ കമ്പനീസിന് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു പെർസെൻറ്റേജ്, ഒരു സർട്ടൻ പോർഷൻ വന്നിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് നമ്മുടെ ബോണസ് എന്ന് പറയുന്നത്. ദെൻ ആന്വിറ്റി. ആന്വിറ്റി എന്ന് പറയുമ്പോൾ ഇയർലി കൊടുക്കുന്നതാണ് ആന്വിറ്റി എന്ന് പറയുന്നത്. ദെൻ പെൻഷൻ. പെൻഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ ആ റിട്ടയർമെന്റ് സമയത്ത് അവരുടെ സാലറിയിൽ നിന്ന് പിടിച്ച ഒരു സർട്ടൻ പെർസെൻറ്റേജ് വന്നിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അലവൻസ്. അലവൻസ് എന്ന് പറയുമ്പോൾ an allowance is defined as the fixed amount of money paid by the employer to his employee in addition of the salary. അതായത് സാലറിയുടെ പുറമെ എംപ്ലോയിക്ക് അഡീഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് അലവൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് പെയ്ഡ് ഫോർ മീറ്റിംഗ് സം സ്പെസിഫിക് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ എക്സ്പെൻസസ് വന്നിട്ട് മീറ്റ് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾക്ക് ഇതിൽ വരുന്നതാണ് 3 types ഓഫ് അലവൻസ്. ഫുള്ളി ടാക്സബിൾ, പാർട്ട്ലി എക്സംപ്റ്റഡ്, ദെൻ ഫുള്ളി എക്സംപ്റ്റഡ് ആണ് വരുന്നത്. സോ ഇതിൽ ഫുള്ളി ടാക്സബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിയർനെസ് അലവൻസ് വരുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ടു മീറ്റ് ദ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിയർനെസ് അലവൻസ് ഇസ് ടാക്സബിൾ ആസ് സാലറി ഇൻകം ഇൻ ദ ഹാൻഡ് ഓഫ് ദ എംപ്ലോയി. അതായത് എംപ്ലോയിന്റെ കയ്യിൽ നിന്നായിരിക്കും, എംപ്ലോയിക്ക് കിട്ടുന്ന സാലറിന്നായിരിക്കും ഈ അലവൻസ് നമ്മൾ പിടിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഡി എ ഇസ് ദ പാർട്ട് ഓഫ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് ഡി എ എന്ന് പറയുമ്പോൾ ബേസിക് സാലറിയുടെ കൂടെ ആഡ് ചെയ്തിട്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് സമയത്ത് കിട്ടും. ദെൻ ഡി എ ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് റിട്ടയർമെന്റ് സമയത്ത് കിട്ടുന്നതല്ല, അതിന്റെ മുന്നിൽ വെച്ച് നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ വരുന്നത്.
ദെൻ ഡിയർനെസ് പേ, ഇതെന്ന് പറയുമ്പോൾ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഹോൾ ഓർ പാർട്ട് ഡിയർനെസ് അലവൻസ് വന്നിട്ട് നമ്മൾക്ക് കിട്ടുന്നതിനെയാണ് പറയുന്നത്. ദെൻ മെഡിക്കൽ അലവൻസ് കിട്ടും എംപ്ലോയീസിനും എംപ്ലോയീസിന്റെ ഫാമിലിയും ട്രീറ്റ്മെന്റ്സിന് വേണ്ടി. ദെൻ ടിഫിൻ ഓർ ലഞ്ച് അലവൻസ്, ദെൻ സെർവന്റ് അലവൻസ്, ദെൻ നോൺ പ്രാക്ടീസിങ് അലവൻസ്, ദെൻ വാർഡൻ അലവൻസ്, ഇന്ററിം അലവൻസ് എന്ന് പറയുമ്പോൾ ഇയർലി ട്വൈസ് കിട്ടുന്നതാണ്. ദെൻ പ്രൊജക്ട് അലവൻസ്, ഓവർ ടൈം അലവൻസ്, ദെൻ സിറ്റി കോമ്പൻസേറ്റ് അലവൻസ്, ദെൻ അതർ അലവൻസ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിലൂടെ തന്നെ മനസ്സിലാകും. അതായത് വാർഡൻ അലവൻസ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന അവിടെ ഇരിക്കുന്ന ആ വാർഡൻസിനോ ഒരു കീപ്പേഴ്സ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പ്രൊജക്ട് അലവൻസ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് എന്തെങ്കിലും പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും. സോ ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. മിസ്റ്റർ രാജു ഈസ് വർക്കിംഗ് ഇൻ എ കമ്പനി അറ്റ് കൊച്ചി. ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ ഗിവൻ ഫോർ ദ ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ. അതിൽ നമുക്ക് ബേസിക് പേ പറയുന്നുണ്ട്, DA പറയുന്നുണ്ട്, മെഡിക്കൽ അലവൻസ്, സെർവന്റ് അലവൻസ്, ഓവർ ടൈം അലവൻസ്, CCA പറയുന്നുണ്ട്, അതായത് സിറ്റി കോമ്പൻസേറ്റ് അലവൻസ്. അപ്പൊ നമ്മൾക്ക് ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ആ ഇൻകംസ് ഒക്കെ എടുത്ത് എഴുതുക. ബേസിക് പേ, DA, മെഡിക്കൽ അലവൻസ്, സെർവന്റ് അലവൻസ്, ഓവർ ടൈം അലവൻസ്, ദെൻ CCA, അതൊക്കെ എടുത്തിട്ട് ടോട്ടൽ ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിൽ നമ്മൾക്ക് ഗ്രോസ് സാലറി കണ്ടുപിടിക്കാനായിട്ട് വരുന്നത്. ഇതാണ് നമ്മൾക്ക് ഫുള്ളി ടാക്സബിൾ അലവൻസ് വരുന്നത്. ഫുള്ളി ടാക്സബിൾ ആണെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് അത് എടുത്ത് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് ആണെങ്കിൽ എന്താ വരിക? പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസിൽ വരുന്നതാണ് HRA, ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ HRA കാൽക്കുലേഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാ HRA കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ആക്ച്വൽ HRA റിസീവ്ഡ്. ആക്ച്വൽ HRA എത്രയാണ് നമുക്ക് കിട്ടിയത് അത് നോക്കുക. ദെൻ എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ബൈ ദ അസസി 10% ഓഫ് സാലറി, അതായത് പെർസെന്റേജ് ഓഫ് സാലറിന്ന് ഒരു 10% റെന്റ് വന്നിട്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 10% മൈനസ് ചെയ്യാം. ദെൻ ആൻ എമൗണ്ട് ഈക്വൽ 50%, അതായത് മെട്രോപൊളിറ്റിക്കൽ സിറ്റിയിലുള്ളവർക്ക് വന്നിട്ട് 50% വന്നിട്ട് കൊടുക്കും. അതല്ലാതെ വന്നിട്ട് നോർമൽ സിറ്റീസ് ആണെങ്കിൽ 40% ആയിരിക്കും സാലറിന്ന് പിടിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ HRA കാൽക്കുലേഷനിൽ വരുന്നത്. 3 എണ്ണമാണ്. ഒന്ന് വന്നിട്ട് HRA വന്നിട്ട് ഫുൾ ആയിട്ട് കൊടുക്കുക. ദെൻ എക്സസ് ഓഫ് റെന്റ് 10% ഓഫ് സാലറി, ദെൻ 50% മെട്രോപൊളിറ്റിക്കൽ സിറ്റിയിലും 40% നോർമൽ സിറ്റീസ്. സോ ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. മിസ്റ്റർ അരവിന്ദ്, എ ബാങ്ക് എംപ്ലോയി, ഇസ് നൗ വർക്കിംഗ് ഇൻ മുംബൈ. ഹിസ് പെർട്ടിക്കുലർ ഓഫ് ഇൻകംസ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആർ ഗിവൻ ബിലോ. So basic pay 1,50,000, dearness allowance 30,000 under the terms of employment. Then commission at 3% on turnover achievement by him 5 lakh. Then HRA received 30,000. Determine the taxable amount HRA if the actual rent paid by him for the house occupied by him during the previous year was 45,000 എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മുംബൈയിലാണ്. ദെൻ DA വന്നിട്ട് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ദെൻ HRA കിട്ടുന്നത് വന്നിട്ട് 30,000 ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് HRA കിട്ടുന്നത് എത്രയാണ്? 30,000 എഴുതുക. ദെൻ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെസ് ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഏതൊക്കെയാ ലെസ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം പറഞ്ഞു ആക്ച്വൽ HRA റിസീവ്ഡ്. ആക്ച്വൽ HRA എത്രയാണ്? 30,000 ആണ്. ദെൻ അത് എഴുതി. ദെൻ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് 10% ഓഫ് സാലറി, അതായത് നമ്മളുടെ സാലറിത്തെ 10%. ഇയാൾ എത്ര റെന്റ് കൊടുക്കുന്നത്? 45,000 ആണ് ഇയാൾ കൊടുക്കുന്നത്. ആ 45,000 മൈനസ് നമ്മൾക്ക് കിട്ടുന്ന സാലറി. നമ്മളുടെ സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? നമ്മളുടെ ബേസിക് പേ 1,50,000, ദെൻ നമ്മൾക്ക് കിട്ടുന്ന HRA 30,000, ദെൻ നമ്മളുടെ 15,000 അതായത് കമ്മീഷൻ. ഓക്കെ, 15,000. അതിൽ നമ്മൾക്ക് കിട്ടുന്നതാണ് 10% എന്ന് പറയുന്നത്. ആ 10% മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയാണ് കിട്ടുക? 25,500 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ദെൻ 50% ഓഫ് സാലറി എന്ന് പറയുന്നതാണ്, അതായത് നമ്മുടെ സാലറിത്തെ 50%. എന്തുകൊണ്ടാണ് 50%? അയാൾ എവിടെ വർക്ക് ചെയ്യുന്നത്? മുംബൈയിലാണ്. അപ്പൊ നമ്മൾക്ക് 97,500 ആണ് 50% വരുന്നത്. ഈ 3 എണ്ണത്തിന് ഏതാണോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് അതായിരിക്കും നമ്മൾ മൈനസ് ചെയ്യണത്. സോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുന്നത് ഏതാണ്?
25,500 ആണ്. അതായത് നമ്മളുടെ റെന്റ് പെയ്ഡ് ഇസ് എക്സസ് 10% ഓഫ് സാലറി ആണ് നമ്മൾക്ക് വരുന്നത്. അപ്പൊ നമ്മൾ 30,000 25,500 വന്നിട്ട് മൈനസ് ചെയ്തു. അപ്പൊ നമ്മൾക്ക് കിട്ടുന്നത് 4,500 ആണ് ടാക്സബിൾ HRA. അപ്പോൾ 4,500 ആയിരിക്കും ടാക്സബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് HRA കാൽക്കുലേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഓക്കെ, മിസ്റ്റർ ടോം is now working at Kochi on salary of rupees 600 per month. The employer allows him an HRA 600 per month. However, the actual rent paid by the employee is 800 per month. Calculate his taxable HRA. ഇതിൽ നമ്മൾക്ക് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? മന്ത്ലി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് എന്താ ചെയ്യേണ്ടത്? ഇയർലി വന്നിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾക്ക് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുമ്പോൾ 600 × 12 7,200 ആണ് വരുന്നത്. ദെൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് വരുമ്പോൾ ആക്ച്വൽ റെന്റ് 7,200. ദെൻ എക്സസ് റെന്റ് എന്ന് പറയുന്നത് അയാൾ പേ ചെയ്യുന്നത് എത്രയാണ്? 800 ആണ്. 800 × 12 9,600 ആണ്. മൈനസ് അതിന്റെ 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് കൊടുത്തിട്ടൊന്നുമില്ല എത്രയാണ് സാലറി അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7,200 തന്നെ അതിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പൊ 2,400 ആണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. ദെൻ 40% ഓഫ് സാലറി ആണ്. ബിക്കോസ് അയാൾ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ്, മെട്രോപൊളിറ്റിക്കൽ സിറ്റിയിലല്ല. സോ 40% ആണ് നമ്മൾ എടുക്കുന്നത്. സോ 40% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ 28,800 ആണ് നമ്മൾക്ക് വരുന്നത്. 28,800. സോ നമ്മൾക്ക് ടാക്സബിൾ HRA എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? നമ്മുടെ എക്സസ് റെന്റ് ആണ്. അതെന്ന് പറയുമ്പോൾ എത്രയാണ്? 2,400. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ്. 2,400 ആണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. സോ 7,000 മൈനസ് 2,400 4,800 ആണ് നമ്മളുടെ ടാക്സബിൾ HRA ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് പ്രോബ്ലം വരുന്നത്. ഇതേപോലെ ആയിരിക്കും മറ്റ് പ്രോബ്ലങ്ങളും. കുറെ പ്രോബ്ലംസ് പറയുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഒരു ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, മിസ്റ്റർ വിനോദ് ഗിവൻ യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ബേസിക് സാലറി പറയുന്നുണ്ട്. ഇതൊക്കെ പെർ മന്തിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ബേസിക് സാലറി, DA, CCA, ട്രാവലിംഗ് അലവൻസ്, കൺവീനിയൻസ് അലവൻസ്, ഹെൽപ്പർ അലവൻസ്, യൂണിഫോം അലവൻസ്, HRA. ദെൻ ദ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ്. കൺവീനിയൻസ് അലവൻസ് 7,000, ഹെൽപ്പർ അലവൻസ് 5,000, ദെൻ യൂണിഫോം അലവൻസ് 3,000, ദെൻ കമ്പ്യൂട്ട് ഹിസ് ഗ്രോസ് സാലറി എന്നാണ് പറയുന്നത്. സോ ഇതിൽ നമ്മൾ എഴുതുക. ഓക്കെ, ബേസിക് സാലറി എന്ന് പറയുമ്പോൾ 20,000 പെർ മന്ത് ആണ്. 20,000 × 12 2,40,000. DA എടുത്ത് എഴുതുക. 5,000 × 12 60,000. CCA 500 × 12 6,000. ദെൻ ട്രാവലിംഗ് അലവൻസ് 500 × 12 6,000. ദെൻ CCA അലവൻസ് 800 × 12 ആണ്. സോ 9,600. ദെൻ അയാൾ സ്പെൻഡ് ചെയ്തത് എത്രയാണ്? 7,000 ആണ് അയാൾ സ്പെൻഡ് ചെയ്തത് അല്ലേ. കൺവീനിയൻസ് അലവൻസ് അയാൾ 7,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 9,600 7,000 മൈനസ് ചെയ്യുക. 2,600 ആണ്. ദെൻ ഹെൽപ്പർ അലവൻസ് വന്നിട്ട് 600 ആണ്. 600 × 12 7,200. അയാൾ സ്പെൻഡ് ചെയ്തത് 5,000 ആണ്. 7,200 5,000 മൈനസ് ചെയ്യുക. 2,200 ആണ് അയാൾക്ക് വരുന്നത്. ദെൻ യൂണിഫോം അലവൻസ് 300 × 12 3,600. അയാൾ സ്പെൻഡ് ചെയ്തത് 3,000 ആണ്. സോ ആ 3,000 മൈനസ് ചെയ്യുമ്പോൾ 600 വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ HRA കാൽക്കുലേഷൻ ആണ്. HRA നമുക്ക് എത്രയാണ്? 5,000 ആണ്. 5,000 × 12 60,000 ആണ്. ദെൻ ലെസ് എക്സംപ്റ്റ്. എക്സംപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണോ ചെയ്യണത് അങ്ങനെ ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ ചെയ്യേണ്ടത്. സോ HRA കാൽക്കുലേഷൻ അയാൾ റിസീവ് ചെയ്തത് വന്നിട്ട് 60,000 ആണ്. ദെൻ അയാൾ അതായത് 4,000 × 12 48,000 ആണ് അയാൾ പേ ചെയ്തത്. സോ ആ 48,000 നമ്മളുടെ 10% ഓഫ് സാലറി മൈനസ് ചെയ്യുക. 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 2,40,000 ആണ് ബേസിക് സാലറി. ആ ബേസിക് സാലറിത്തെ 10% എന്ന് പറയുമ്പോൾ 24,000 ആണ് നമ്മൾക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് മുംബൈയിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. സോ 50% ആണ്. 50% ഓഫ് സാലറി 1,20,000 ആണ്. ഇതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ എന്താ വരിക? നമ്മളുടെ റെന്റ് പെയ്ഡ് ചെയ്തതാണ് 24,000. ഓക്കെ, അപ്പോൾ നമ്മളുടെ HRA കാൽക്കുലേഷനിൽ 60,000 മൈനസ് 24,000 ചെയ്യുമ്പോൾ 36,000 ആയിരിക്കും നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പറയുമ്പോൾ ഇതിനെല്ലാം പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയാണ് വരിക? 3,53,400 ആണ് നമ്മളുടെ ഗ്രോസ് സാലറി ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഈ പ്രോബ്ലം. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വരിക. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത് HRA കാൽക്കുലേഷൻ മാത്രം വരുന്നത് കൊണ്ടാണ്. ഇനി ഇതല്ലാതെ വന്നിട്ട് ചിൽഡ്രൻസിന്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പിന്നെ വേറെ അല്ലാതെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്
ഇന്നൊന്ന് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ. സോ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം എംപ്ലോയീസ് വന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ് 100 രൂപയാണ് ഒരു ചൈൽഡിന് വരുന്നത്. ഓക്കെ, ഒരു ചൈൽഡിന് 100 രൂപ പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ വിച്ച് എവർ ഇസ് ലെസ്. ഒന്നില്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ്, ഒന്നില്ലെങ്കിൽ 100 രൂപ. അതായത് ഇതിലെന്ന് പറയുമ്പോൾ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഓർ 100 പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു മാക്സിമം 2 ചൈൽഡ്. അതായത് 2 ചൈൽഡിനാണ് കൊടുക്കുന്നത് 100 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, മാസം 100 രൂപ വെച്ചിട്ടാണ്. അതിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ ലെസ് അതായിരിക്കും എടുക്കുന്നത്. ദെൻ ചിൽഡ്രൻസ് ഹോസ്റ്റൽ അലവൻസ് ആണ്. ചിൽഡ്രൻസ് ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുമ്പോൾ ദിസ് അലവൻസ് ഇസ് മീറ്റ് ടു ദ ഹോസ്റ്റൽ എക്സ്പെൻസ് ഓഫ് ദ ചിൽഡ്രൻ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ്, ഒന്നില്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ് ഓർ 300 പെർ മന്ത് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, 300 പെർ മന്ത് അതായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസ്പോർട്ട് അലവൻസ്. ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് ഓർ ഡെഫിനായിരിക്കും ഈ ട്രാൻസ്പോർട്ട് അലവൻസ് വന്നിട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സം ടു ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഓർ 3200 പെർ മന്ത്, ഒന്നില്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ 3200 പെർ മന്ത്. ഇതിൽ ഏതാണോ ലെസ് ആയിരിക്കണത് അതായിരിക്കും നമ്മൾക്ക് എടുക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസിൽ വരുന്നത്. പിന്നെ മറ്റുള്ളതൊന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അപ്പം ഇത് മാത്രം ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു പ്രോബ്ലം പറയുന്നുണ്ട്. മിസ്റ്റർ ജോസഫ് ജോയിൻ സ്റ്റാർ ലിമിറ്റഡ് ഓൺ 1st April 2021. ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഹിസ് സാലറി ആർ ആസ് ഫോളോസ്. ബേസിക് പേ എന്ന് പറയുന്നത് 5000 പെർ മന്ത് ആണ്. ദെൻ DA 2000 പെർ മന്ത് ആണ്. അതിൽ 50% കൺസിഡർ ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. ദെൻ എഡ്യൂക്കേഷൻ അലവൻസ് 1000 പെർ മന്ത് ആണ്. ഒരു സണ്ണും 3 ഡോട്ടറുമാണ് അയാൾക്കുള്ളത്. ദെൻ ഹോസ്റ്റൽ അലവൻസ് 2000 പെർ മന്ത് ആണ്. മെഡിക്കൽ അലവൻസ് 1000 പെർ മന്ത് ആണ്. അതിൽ ടോട്ടൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ വന്നിട്ട് 3000 ആണ് വരുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ് 1800 ആണ്. ഇതിൽ വന്നിട്ട് ബീങ് യൂസ്ഡ് ഫോർ ഓഫീസ് ടു റെസിഡന്റ് ആൻഡ് വൈസ് വേഴ്സ. ദെൻ സെർവന്റ് അലവൻസ് 1000 പെർ മന്ത്. ദെൻ CCA 2000 per month. Then entertainment allowance 1000 per month. Then assistant allowance 3000 per month. അതിൽ paid to assistant 2000 per month ആണ്. Then bonus 24,000, commission 9,000, fees വന്നിട്ട് 5,000. അപ്പം ഇങ്ങനെയാണ് അയാളുടെ സാലറീസ് വരുന്നത്. സോ നമ്മൾക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ബേസിക് സാലറി എടുത്ത് എഴുതുക 60,000, അയാൾക്ക് കിട്ടുന്ന ബോണസ് 24,000, കമ്മീഷൻ 9,000, ദെൻ നെക്സ്റ്റ് ഫീസ് വന്നിട്ട് 5,000. ഇത് എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നതാണ് അയാളുടെ അലവൻസസ്. സോ അതിൽ വന്നിട്ട് DA എത്രയാ പറയുന്നത്? DA വന്നിട്ട് അയാൾക്ക് കിട്ടുന്നത് വന്നിട്ട് 24,000 ആണ് കിട്ടുന്നത്. ഓക്കെ, 24,000 DA. ദെൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ 12,000 ആണ് എഡ്യൂക്കേഷൻ അലവൻസ്. ഓക്കെ, എഡ്യൂക്കേഷൻ അലവൻസ് വന്നിട്ട് 12,000 ആണ്. 1000 × 12. അതിൽ വന്നിട്ട് ലെസ് എക്സംപ്റ്റ് 100 × 2 അതായത് 100 രൂപയാണ് 2 ചൈൽഡിനാണെന്ന് പറഞ്ഞത്. അയാൾക്ക് ഒരു സണ്ണും 3 ഡോട്ടറുമാണ്, പക്ഷെ 2 ആൾക്കേ കൊടുക്കത്തുള്ളൂ. 100 × 2 × 12 ചെയ്യുക 2400. സോ 12,000 - 2400 9,600. ദെൻ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ അലവൻസ് നമുക്ക് ഇവിടെ എത്രയാ പറയുന്നത്? 2000 ആണ്. അപ്പോൾ 2000 × 12 ചെയ്യുമ്പോൾ 24,000. ദെൻ ആയിട്ട് എക്സംഷൻ എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ അലവൻസ് എത്രയാ പറയുന്നത്? 300 ആണ് 2 ചൈൽഡിന് എന്ന് പറയുമ്പോൾ 300 × 2 × 12 7,200. അപ്പോൾ 16,800 ആണ് വരുന്നത്. ദെൻ മെഡിക്കൽ അലവൻസ് 12,000. ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ് 21,600. എക്സംഷൻ ഒന്നുമില്ല, അങ്ങനെ എടുത്ത് എഴുതുക. ദെൻ സർവന്റ് അലവൻസ് 12,000, CCA 24,000, എന്റർടൈൻമെന്റ് അലവൻസ് 12,000, അസിസ്റ്റന്റ് അലവൻസ് എന്ന് പറയുന്നത് 36,000 ആണ്. അതിൽ വന്നിട്ട് എക്സംഷൻ വരുന്നുണ്ട് 24,000, അതായത് 2,000 അയാൾ പേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ബീങ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ 24,000 ലെസ് ചെയ്യുക 12,000. ദെൻ തേർഡ് ആണ് നമ്മളുടെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഇതോടെ നമ്മൾക്ക് കഴിഞ്ഞു. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസിൽ നമുക്ക് വരുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ്, അബ്രോഡ് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, പിന്നെ UNA എംപ്ലോയീസിന്, പിന്നെ വന്നിട്ട് അലവൻസ് പെയ്ഡ് ഫോർ ജഡ്ജ്, ഹയർ കോർട്ട്, സുപ്രീം കോർട്ട് ജഡ്ജസിന്, പിന്നെ കോമ്പൻസേറ്ററി അലവൻസ്. ഇത്രയാണ് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ എന്താന്ന് പഠിച്ചു വെക്കുക, അതായത് അലവൻസിന് എന്താന്ന് പഠിക്കുക. എന്നിട്ട് അലവൻസിന് ഇപ്പോൾ 3 ടൈപ്സ് പറഞ്ഞു. ഫുള്ളി എക്സംപ്റ്റ്, പാർട്ട്ലി, ദെൻ ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എന്താന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അലവൻസ് അതിന്റെ ടൈപ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, തിയറി ആയിട്ട് മേ ബി. അപ്പം അതും കൂടി പഠിച്ചു വെക്കുക. ദെൻ പ്രോബ്ലം ചോദിക്കും എന്തായാലും. HRAന്റെ കാൽക്കുലേഷൻ എന്തായാലും ഉണ്ടാകും നിങ്ങൾക്കൊന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്.